മാസപ്പടി വിവാദത്തിൽ പുതിയ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഭൂപരിഷ്കരണ നിയമത്തിൽ ലാൻഡ് ബോർഡ് തള്ളിയ അപേക്ഷയിൽ CMRന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. 100 കോടിയിലധികം രൂപ മുഖ്യമന്ത്രി കമ്പനി നൽകി. മകളെ കേരളം വേട്ടയാടുമ്പോൾ മുഖ്യമന്ത്രി കയ്യും കെട്ടി നോക്കി നിൽക്കരുതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയുന്നില്ലെന്നും മാത്യു പറയുന്നു. ഭൂപരിഷ്കരണ നിയമഭേദഗതിക്കായി മുഖ്യമന്ത്രി യോഗം വിളിച്ചതിന്റെ മിനിറ്റ്സ് രേഖകൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. അപേക്ഷ പുനഃപരിശോധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ കമ്പനി സമർപ്പിച്ച അപേക്ഷയും ആയതിന്മേൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സും, അതായത് ഞാനിവിടെ എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വകുപ്പും മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്നതല്ല. ദിസ് ഹാസ് ടു ബി ഡെൽറ്റ് ബൈ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ആരെങ്കിലും ഭൂപരിഷ്കരണ അല്ലെങ്കിൽ നിയമപ്രകാരം എക്സംഷൻ അപേക്ഷിച്ചാൽ അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ അത് പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള അവകാശം റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ കാണിക്കുന്ന ഫയൽ നോട്ടിങ്സ് ആണ്. മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അതേ മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട KSIDCക്ക് രൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. CMRL ഷെയർ ഹോൾഡറായിരിക്കെ ഇടപാടിനെപ്പറ്റി അറിയില്ലെന്ന KSIDC ന്യായം കോടതി തള്ളി. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. സലീം മാലിക്കാണ് മാത്യു കുഴൽനാടൻ്റെ വിവരങ്ങളുമായി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കോടതി നടപടികളുമായി. ആദ്യം ഞാൻ സലീമിലേക്ക് പോകുന്നു. സലീം, പി രാജീവിനെയും മന്ത്രി MB രാജേഷിനെയും അടക്കം ഒരു പൊതു ചർച്ചയ്ക്ക് ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ. മിനിറ്റ്സ് അടക്കം രേഖകൾ പുറത്തുവിടുന്നുണ്ട്. ആധികാരികമായൊരു വാർത്താ സമ്മേളനം എന്ന് പറയാൻ കഴിയുമോ മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം? സലീം. ഹാഷ്മി, ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം അത് മാസപ്പടി വിവാദത്തിൻ്റെ 3ാം ഘട്ടം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ഈ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകളെയും കുറിച്ചായിരുന്നു മാത്യുവിൻ്റെ പരാമർശം. അതിൽ പ്രധാനമായും CMRLൻ്റെ കമ്പനിയായ KREMLന് വേണ്ടി അവർക്ക് അനുവദനീയമായതിലും കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടു എന്ന് തെളിയിക്കുന്ന നിലയിലുള്ള ചില യോഗത്തിൻ്റെ മിനിറ്റ്സുകളാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ഭൂപതിവ് ചട്ടത്തിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്താൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. 2 തവണ ജില്ലാ സമിതി തള്ളിയ നിർദ്ദേശം, അതിനുശേഷം 2 തവണ കൂടി വീണ്ടും പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയും തള്ളിയ അതേ അപേക്ഷയിൽ മേൽ മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നു. ഇടപെട്ടതിന് ശേഷം ഒരു യോഗം വിളിക്കുന്നു. അത് റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള മേഖലയായിരുന്നിട്ട് പോലും മുഖ്യമന്ത്രിയുടെ പരിധിയിൽ വരാത്തൊരു വിഷയത്തിൽ നേരിട്ട് യോഗം വിളിച്ചു. ആ യോഗത്തിന് ശേഷം ഈ ഭൂപതിവ് ചട്ടത്തിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ജില്ലാ സമിതി ആദ്യമെടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് മാത്യു ഇന്ന് ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് 2004 ഈ CMRL ലഭിച്ചിരുന്ന ലീസ് അന്നത്തെ സർക്കാർ അവസാനിപ്പിച്ചതാണ്. അതിനുശേഷം പിന്നീട് വന്ന VS അച്യുതാനന്ദൻ സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും ഒക്കെ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോയപ്പോൾ ആ ലീസിന് പുനർജീവൻ നൽകാനായി പിണറായി സർക്കാർ വന്ന ആ ദിവസം മുതൽ പരിശ്രമിക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അത് എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ചോദിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഈ KREMLൻ്റെ കൈവശമുണ്ടായിരുന്ന 60 ഏക്കർ ഭൂമി, ആ 60 ഏക്കർ ഭൂമിക്ക് ചട്ടത്തിൽ ഇളവ് നൽകാനുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് ജില്ലാ സമിതിയുടെ ശുപാർശ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 4/5/2021 അത് നിരസിച്ചതാണ്. പിന്നീട് പുനഃപരിശോധനയ്ക്കായി 2 തവണ ഈ അപേക്ഷ നൽകി, അതും നിരസിച്ചതാണ്. ആ അപേക്ഷയിന്മേൽ പിന്നീട് 11/1/2022 മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു യോഗം വിളിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നത് എന്നുള്ളത് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം വ്യവസായത്തിന് അനുയോജ്യമാണെന്നും ഈ ഭൂമി കൈവശം വയ്ക്കാൻ അനുവദിക്കണമെന്നുമുള്ളൊരു ഉത്തരവ്, 60 ഏക്കർ കൈവശം വയ്ക്കാനുള്ള അനുമതിക്കും ജില്ലാ സമിതി ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് അവർക്ക് അനുകൂലമായി കഴിഞ്ഞ 4 തവണയും പ്രതികൂലമായി വിധിച്ച അതേ ജില്ലാ സമിതി അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് ശേഷമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാത്യുവിൻ്റെ ആരോപണം. അതിൽ തന്നെ 15/6/2022 ഭൂപരിധി ചട്ടത്തിൽ ഇളവിന് വേണ്ടി ജില്ലാ സമിതി ശുപാർശ ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മൂലമാണ് എന്നുള്ളതാണ് മാത്യുവിൻ്റെ ചൂണ്ടിക്കാട്ടൽ. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഇതിൽ നടന്നിരിക്കുന്ന അഴിമതി 1.72 കോടിയുടെ മാസപ്പടി അഴിമതിയല്ല, അതിനപ്പുറത്തേക്ക് 135 കോടി രൂപ ഈ KMRL പല കമ്പനികൾക്കായി നൽകിയിട്ടുണ്ട്
എന്നുള്ളതാണ്. അതിലെ സിംഹഭാഗവും, അതായത് 100 കോടിയിലധികം രൂപയും ലഭിച്ചത് പിണറായി വിജയനാണ് എന്നൊരു വലിയ ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല ഇതിലെ ഈ കേസിലെ മാസപ്പടി വിവാദത്തിലെ യഥാർത്ഥ പ്രതി അത് വീണ വിജയനല്ല, അത് മുഖ്യമന്ത്രി തന്നെയാണ്. വീണ വിജയൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരള സമൂഹം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങനെ സംശയനിഴലിൽ നിർത്തുമ്പോൾ മകളോട് സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ പിണറായി വിജയൻ ഇടപെടണം, യഥാർത്ഥ പ്രതി വീണ വിജയനല്ല പിണറായി വിജയനാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് മാത്യു കുഴൽനാടൻ. അത് മാത്രമല്ല മന്ത്രിമാരെ സംവാദത്തിന് കൂടി ക്ഷണിച്ചുകൊണ്ടാണ് മാത്യു ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതായത് ഈ വിഷയത്തിൽ ന്യായീകരണത്തിനെത്തിയത് MP രാജേഷും P രാജീവുമാണ്, 2 മന്ത്രിമാരാണ്. പക്ഷേ അവർ മാത്യു കുഴൽനാടൻ ഹിറ്റ് ആൻഡ് റൺ എന്ന ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു MP രാജേഷിൻ്റെ ഒരു ആരോപണം. ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തത് മന്ത്രിമാരാണ്. താൻ ഹിറ്റ് ആൻഡ് റൺ എന്ന നിലയിലല്ല കാര്യങ്ങൾ കാണുന്നത്. താൻ ഇവിടെ തന്നെയുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെയും ഈ വിഷയം സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. അതിനുശേഷം പിന്നീട് പല ഘട്ടത്തിലും താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പാർട്ടിയോ വകുപ്പോ മുഖ്യമന്ത്രിയോ മറുപടി പറയാത്ത സാഹചര്യമുണ്ട്. താൻ അപ്പോൾ മന്ത്രി MP രാജേഷിനെയും P രാജീവിനെയും ഒരു സംവാദത്തിന് മന്ത്രി P രാജീവിനെയും ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ, പരസ്യംവാദത്തിന് തയ്യാറുണ്ടെന്ന് വെല്ലുവിളി കൂടിയാണ് മാത്യു കുഴൽനാടൻ. അപ്പോൾ അതിൽ രണ്ടുപേരുടെയും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൂടി ചെയ്യുന്നു. വിഷ്ണു, കോടതി ചോദിക്കുകയാണ്, CMRL നടത്തുന്ന ഒരു സാമ്പത്തിക ഇടപാടും KSIDCക്ക് അറിവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് KSIDCയുടെ മറുപടി എന്താണ്? എങ്ങനെയാണ് ആ വാദം ഇന്ന് പൂർത്തിയായത്? വിഷ്ണു. ഹാഷ്മി, അതിരൂക്ഷ വിമർശനമാണ് KSIDCക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. SFIO അന്വേഷണം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് KSIDC ഹർജി സമർപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി അക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു സ്റ്റേ അനുവദിക്കാനാവില്ല എന്ന്. ഇന്നതിന്റെ തുടർവാദം കേട്ടു. ആ ഘട്ടത്തിലാണ് കോടതി ചില സുപ്രധാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KSIDC. ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ അത് സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. കാരണം സത്യം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. CMRLന്റെ ഓഹരി പങ്കാളികളാണ് KSIDC. അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക നിലപാടുകൾ അറിയില്ല എന്ന് പറയാൻ സാധിക്കുന്നത്? അങ്ങനെ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അക്കാര്യം വ്യക്തമാക്കേണ്ടത് CMRL-ആണ്. CMRL നേരിട്ടെത്തി അക്കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കട്ടെ എന്നായിരുന്നു കോടതി സ്വീകരിച്ച നിലപാട്. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അന്വേഷണം തുടരും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കോടതി ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ അത് അന്തിമ വാദത്തിലേക്ക് പോയിട്ടില്ല. KSIDC ആകട്ടെ 49ഓളം സ്ഥാപനങ്ങളിൽ തങ്ങൾക്ക് നിക്ഷേപമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മാർച്ച് 12-ലാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. മനസ്സിലാക്കുന്നതനുസരിച്ച് സ്റ്റേ, അതാണ് KSIDCയുടെ ആവശ്യം. അതിന് കോടതി ഒരു അനുകൂല നിലപാട് ഈ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഹാഷ്മി.